അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ജൂലൈ 6-ന് ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ ട്രസ്റ്റിയായ ഡോക്ടർ മിശ്രയുടെയും രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ട്രസ്റ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനായി അയോധ്യ കേസിലെ പ്രതി നിർമ്മിക്കുന്ന പുതിയ വീട് ഇടിച്ചു കളഞ്ഞേക്കും. അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി അയോധ്യ വികസന അതോറിറ്റി അയോധ്യ കേസിലെ പ്രതിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 1 കോടിയാണ് വീടിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. അതേസമയം UP സർക്കാർ അന്വേഷണം CBIക്ക് വിട്ടേക്കും. തൃശൂർ പരിയാരത്ത് തടയണയിൽ വീണ് 19കാരൻ മരിച്ചു. കൂർക്കമറ്റം സ്വദേശി ഷെറിനാണ് മരിച്ചത്. പരിയാരം കുറ്റിക്കാട് ചങ്കൻകുറ്റി തടയണയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഒപ്പമുണ്ടായ സുഹൃത്തിന്റെ വെള്ളത്തിൽ വീണ മൊബൈൽ എടുക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. സുഹൃത്തിന്റെ നിലവിളി കേട്ട് അതുവഴി പോരുന്ന ബൈക്ക് യാത്രികർ ഷെറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സ്ഥലമല്ല, പണ്ടെപ്പോഴോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉള്ള സമയത്ത്, മലവെള്ളമൊക്കെ വന്ന സമയത്ത് ആരോ ഒഴിച്ചു പോയി അങ്ങനെ ഒരു മരണം നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ. അതല്ലാതെ അല്ലാത്ത രീതിയിലുള്ള ഒരു തരം മരണവും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ധാരാളം പേര് കുളിക്കാൻ, പ്രത്യേകിച്ച് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ ചെറുപ്പക്കാർ പിള്ളേരെ കൊണ്ട് നീന്താനും കളിക്കാനും കുളിക്കാനും വരുന്നൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും വരാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. മരണം അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ തോട്ടിലെ ഈ വെള്ളം കൊണ്ട് മരണം സംഭവിക്കാനുള്ളൊരു സാധ്യത കാണാനില്ല. രാജ്യത്തെ SIRന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. മാധ്യമപ്രവർത്തകനായ R. രാജഗോപാലിന് ഇന്ത്യൻ പാസ്പോർട്ട് വെരിഫിക്കേഷൻ സംബന്ധിച്ചുണ്ടായ പ്രതിസന്ധികൾ ചർച്ചയായതോടെ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഒരുങ്ങുകയാണ്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്.